ഇറാനിൽ ഒരു സ്കൂളിൽ 50 കുഞ്ഞുങ്ങൾ മരിച്ചു. വളരെയധികം വിദ്യാർത്ഥികൾ പരിക്കേറ്റ ആശുപത്രിയിലാണ്. അവരുടെ മാതാപിതാക്കൾ വിലപിക്കുന്നു, അവരുടെ ചാർച്ചക്കാരും ബന്ധുക്കാരും വിലപിക്കുന്നു. നമുക്ക് ആ വിലാപത്തിൽ പങ്കുചേരാൻ കഴിയുമോ? നമുക്കവരോട് മനസ്സലിവ് തോന്നുവാനായിട്ട് സാധിക്കുമോ? ലോകത്തിൽ നിന്ന് തളർവാദ രോഗം പിടിച്ചിരിക്കുന്നവരാണ് ഈ യുദ്ധം ചെയ്യുന്നവരെല്ലാം. നല്ല ബോധമുള്ളവർക്ക് യുദ്ധം ചെയ്യാൻ തോന്നുകയില്ല. നീതിക്കും സത്യത്തിനും വേണ്ടി യുദ്ധം ഒരു പരിഹാരമാവുകയില്ല. അതുകൊണ്ട് അഹങ്കാരത്തിൽ അധിഷ്ഠിതമായി ശരീരവും മനസ്സും തളർവാദ രോഗം പിടിച്ച ആളുകളാണ് ഇന്ന് ഈ യുദ്ധം നയിക്കുന്നത്. അവരെ ക്രിസ്തുവിൻ്റെ മുമ്പാൽ നമുക്ക് കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കണം. യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്നുള്ളതും യുദ്ധം കൊണ്ട് സമാധാനം സ്ഥാപിക്കുവാൻ സാധ്യമല്ല എന്നും അവർക്ക് വേണ്ടി അവരെ ബോധ്യപ്പെടുത്തുവാൻ, അങ്ങനെ മനസ്സിൻ്റെ തളർവാദ രോഗത്തിൽ നിന്ന് അവർ സ്വതന്ത്രമാകുവാൻ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആ 4 മനുഷ്യർ കൊണ്ടുവന്നതുപോലെ യേശു ക്രിസ്തുവിന് മുമ്പിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസമാണിന്ന്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ആ തളർവാദ രോഗത്തിൽ നിന്ന് അവർ സൗഖ്യമാകും.